പിതാവ് വളരെ രൂക്ഷമായി വന്ന് ഞങ്ങളെ 3 പേരെയും വളരെ ശക്തമായി ഉപദ്രവിച്ചിട്ട് ഹല്ലേലൂയ താൻ ബൈക്ക് എടുത്ത് യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ തനിക്ക് സങ്കടം ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ്. ഹല്ലേലൂയ താൻ ഇങ്ങനെ മറിഞ്ഞ് താഴെ വീണ് തന്റെ ഹല്ലേലൂയ ശരീരം മുഴുവൻ മുറിവുകളായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത കേട്ട് ഞങ്ങൾ ഓടി അവിടേക്ക് കടന്നു ചെന്നു. എന്നാൽ ഹല്ലേലൂയ തന്റെ പിതാവിന് ഞങ്ങളെ കാണുവാൻ ഇഷ്ടമില്ലായിരുന്നു. എന്റെ പിതാവ് പറഞ്ഞു, ഇതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാണ്. എന്റെ മക്കൾ ക്രിസ്ത്യാനികളായി, എന്റെ ഭാര്യ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതായി എന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, 3 ദിവസം കൊണ്ട് എന്റെ പിതാവിന്റെ സകല മുറിവുകളും ഉണങ്ങി താൻ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എന്റെ പിതാവ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാ ഈ മുറിവ് വേഗത്തിൽ ഉണങ്ങിയത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കർത്താവിന്റെ പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഹല്ലേലൂയ മാസങ്ങൾ കഴിഞ്ഞ് പിന്നെയും എന്റെ പിതാവ് ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഇതുപോലെ തന്നെ ഉപദ്രവിച്ച് എന്ന് പറഞ്ഞ് ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ചവിട്ടിയെന്ന് കരുതി പിറ്റേ ദിവസം ഒളിച്ചിരുന്ന പ്രാർത്ഥനയൊന്നുമല്ല, പിന്നെയും പ്രാർത്ഥനയാ. എത്രമാത്രം ചവിട്ടുമോ അത്രമാത്രം ആത്മാവിന്റെ ശക്തി പകർന്ന് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേട്ട് എന്റെ പിതാവ് ഞങ്ങളെ തെറി പറഞ്ഞ് ഉപദ്രവിച്ചതിന് ശേഷം താൻ റൂം അടച്ച് അതിനകത്തേക്ക് കയറി കിടന്നു ഉറങ്ങുവാൻ കയറി കിടന്നു. എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു ശബ്ദവും ഞരക്കവും കേട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തലവേദന സഹിക്കുവാൻ വയ്യാതെ ബ്രീത്തിങ് കിട്ടാതെ എന്റെ പിതാവ് പിടയ്ക്കുന്ന ഒരു അനുഭവം ഞങ്ങൾ കാണുവാനിടയായി തീർന്നു. ഞങ്ങൾ ഉടൻ തന്നെ എന്റെ സഹോദരനും എന്റെ പിതാവിന്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തെ ബാധിക്കുന്ന തലവേദന ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ പിതാവിന്റെ ശരീരത്തിൽ നിന്ന് ആ വേദന വിട്ടുമാറുമ്പോൾ താൻ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു. തന്റെ ഹൃദയത്തിൽ ആ സമയം പറയുന്നുണ്ടായിരുന്നു, ഇത് കൊള്ളാമല്ലോ, ഈ പരിപാടി കൊള്ളാമല്ലോ. എങ്കിലും ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ യേശു ചെയ്തിട്ടും തനിക്ക് അഭിമാനം, തന്റെ പാരമ്പര്യം, തന്റെ ബന്ധുക്കൾ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞു, ഇനി ഇവരെ നിനക്ക് മാറ്റാൻ കഴിയില്ല. അപ്പോൾ തന്നെ ഏകദേശം 2 വർഷമായി എന്റെ പിതാവ് 2 വർഷമായി ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്റെ പിതാവിനോട് ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു, ഇനി ഇവരെ മാറ്റാനൊന്നും കഴിയില്ല. ഒരു ദിവസം എന്ത് ചെയ്തെന്നറിയാം, എന്റെ പിതാവ് ഞങ്ങളുടെ ജാതകമൊക്കെ എടുത്ത് ഞങ്ങളുടെ ഓലയിൽ എഴുതിയ സംഭവങ്ങളുണ്ടല്ലോ, ജാതകം, ഈ ജാതകമൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്താണെന്നറിയാമോ, ജാതകത്തിന്റെ ഒക്കെ പ്രശ്നമാ. എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത് ഫിലിം സ്റ്റാർസിനൊക്കെ ജാതകം പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങൾ 4 പേരുടെയും ജാതകമൊക്കെ എടുത്ത് ഒരു ദിവസം വാരിക്കെട്ടി പോകുന്നത് കണ്ടു. ഹല്ലേലൂയ. എന്നാൽ എന്റെ പിതാവ് ആ മനുഷ്യനെ കൊണ്ട് ചെന്ന് ജാതകമൊക്കെ കാണിച്ചു. അന്ന് ഞാൻ മാത്രമേ സ്നാനപ്പെട്ടിട്ടുള്ളൂ. എന്റെ അമ്മ അന്ന് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്, ഹല്ലേലൂയ, സ്നാനം നല്ലതാണെന്നും സ്നാനപ്പെടണമെന്നും അമ്മയ്ക്കറിയാം. പക്ഷേ അമ്മയ്ക്ക് ഒറ്റ വാശി, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നു എങ്കിൽ എന്റെ ഭർത്താവും ഞാനും ഒരുമിച്ചായിരിക്കും സ്നാനപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അമ്മയ്ക്ക് ഒറ്റ വാശി. എന്നാൽ ചേട്ടനും സ്നാനപ്പെടാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുന്നു. എന്നാൽ ഞാൻ വിശ്വാസത്തിൽ വന്ന് ഹല്ലേലൂയ പിന്നെ വർഷങ്ങൾ കാത്തിരിക്കാനൊന്നും പോയില്ല. ഹല്ലേലൂയ. ഉടനെ തന്നെ ചാടി വീണ് സ്നാനപ്പെട്ടു. ഹല്ലേലൂയ, 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 സ്തോത്രം. ഹല്ലേലൂയ. അധികം പഠിക്കാനൊന്നും പോയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം എന്ന് പറയുന്നു, ഓക്കെ, ഹല്ലേലൂയ, ഇനി അച്ഛനും അമ്മയും അവരും നാട്ടുകാരൊക്കെ വരുന്നത് കാത്തിരിക്കാനൊന്നും ഞാൻ പോയില്ല. ഹല്ലേലൂയ. ആദ്യം ഞാൻ പോയി ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. മുഴുകൽ സ്നാനം അങ്ങ് എടുത്തു. ഓക്കെ, ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ എന്റെ പിതാവ് ഈ ജാതകങ്ങളൊക്കെ എടുത്ത് നേരെ അവിടെ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കി, അമ്മയുടെ നോക്കി, ഓക്കെ, അച്ഛന്റെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ശനി അവിടെ നിൽക്കുന്നു, വേഴം ഇവിടെ നിൽക്കുന്നു, ചൊവ്വ മറിഞ്ഞു കിടക്കുന്നു, തലകുത്തനെ നിൽക്കുന്നു, ഹല്ലേലൂയ, ഇതിലെ പോകുന്നു, അതിലെ പോകുന്നു, നിങ്ങൾക്ക് അതിലെ പോകാൻ യാതൊരു വഴിയുമില്ല, ഇവരെല്ലാം കൂടെ പല വഴികളിലായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു വന്ന അവസാനം എന്റെ ജാതകം എടുത്തു. എന്റെ ജാതകം എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇളയ മകൻ മരിച്ചുപോയല്ലേ.
ഹല്ലേലൂയ. എന്റെ പിതാവ് പറഞ്ഞു, മരിച്ചുപോയി, നീ എന്നാടാ അവൻ മണ്ടത്തരം പറയുന്നേ? ഇപ്പം ഞാൻ എന്റെ മകനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഹല്ലേലൂയ അവൻ എങ്ങനെയാ മരിക്കുന്നത്? ഇല്ല, എനിക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ ഭാവി പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. നിന്റെ ഇളയ മകന്റെ ജീവിതം എന്തെന്ന് എനിക്ക് തെളിയുന്നില്ല. ഞാൻ കവടി നിരത്തി, ഞാൻ ജാതകം നോക്കി, സകലത്തിലും ഹല്ലേലൂയ നിന്റെ ഇളയ മകനെ കുറിച്ച് ഒന്നും തെളിയുന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരുവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ വെള്ളത്തിലേക്ക് ഇറങ്ങി, അവൻ വെള്ളത്തിൽ നിന്ന് ക്രിസ്തുവിനോടുകൂടി മരിച്ചു അടക്കപ്പെട്ട് ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ആൾ മാറിയതുപോലെ ആയി. അവൻ ക്രിസ്തുവിനായി, അവനൊരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെട്ടു. പിന്നെ പിശാചിന് നിന്നെ കാണുവാൻ കഴിയില്ല. പിന്നെ പിശാചിന് നിന്നെ കാണുവാൻ കഴിയില്ല. പിശാച് പറയും, ഞാൻ അവനെ കാണുന്നില്ല, അവന്റെ മുകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഞാൻ കാണുന്നു, അവന്റെ മുകളിൽ വ്യാപരിക്കുന്ന യേശുവിനെ ഞാൻ കാണുന്നു. ഒരുവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഭാവി മാറി, അവന്റെ ഹല്ലേലൂയ അവന്റെ ചരിത്രം മാറി. അവന്റെ ചരിത്രം പറയുവാൻ പിന്നെ പിശാചിന് കഴിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തിനാ പാസ്റ്റർമാർ പിന്നെയും മാറി മാറി നീ സ്നാനപ്പെടുന്ന് പറയുന്നത്? ഈ സഭയിൽ ആളുകൂട്ടുവാനല്ല, നിന്നെ പിശാച് കാണാതിരിക്കുവാൻ, നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാൻ. നീ വെള്ളത്തിൽ മുങ്ങിയേ മതിയാവുകയുള്ളൂ. നീ വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി വരുമ്പോൾ യേശു പറയാ, ഇവൻ എന്നെ ധരിച്ചിരിക്കുന്നു, ഇവൾ എന്നെ ധരിച്ചിരിക്കുന്നു. പിശാചേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ തൊട്ടുനോക്ക്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ തൊട്ടുനോക്ക്, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ തൊട്ടുനോക്ക്. എന്റെ യേശുവിന്റെ നാമത്തിന് വേണ്ടി സ്നാനപ്പെടുന്നത് ലജ്ജയെന്നരുത്. നിന്നെ നീ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ സ്വർഗം നിന്നെ നോക്കി വിളിച്ചു പറയാ, ഇവൾ എന്റെ പ്രിയമകൾ, ഇവന്റെ പ്രിയമകൾ, ഇവന്റെ പ്രിയമകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സാക്ഷിയായി നിൽക്കുന്ന എന്റെ അമ്മയെ എന്റെ പിതാവിന് ഇഷ്ടമില്ലായിരുന്നു. എന്റെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുകയില്ല, അത് വാരി വലിച്ചെറിഞ്ഞ് മുഖത്തേക്ക് വലിച്ചെറിയ. ഇത് 1-2 ദിവസമല്ല, 5-6-3.5 വർഷത്തോളം അല്ലെങ്കിൽ ഇതേ പീഡനം ശക്തമായി അല്ലെങ്കിൽ നടത്തുവാൻ ഇടയായി തീർന്നു. ഒരു ദിവസം എന്റെ അമ്മ ഹല്ലേലൂയ ഇങ്ങനെ ശക്തമായ പീഡനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അല്ലെങ്കിൽ വീട്ടിന്റെ പുറകുവശത്ത് ഒരു തൊഴുത്തുണ്ട്. ഈ തൊഴുത്തിനകത്ത് ഹല്ലേലൂയ ആ രാവിലെ എഴുന്നേറ്റ്, അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഹല്ലേലൂയ എല്ലാ പാചകമൊക്കെ ചെയ്തതിന് ശേഷം, എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നേരെ തൊഴുത്തിനകത്ത് കയറി അകത്തു നിന്ന് പൂട്ടിയിരിക്കും. കാരണം ഹല്ലേലൂയ അടിക്കും. ഹല്ലേലൂയ അവർ എന്റെ പിതാവ് ഉപദ്രവിക്കാതിരിക്കുവാൻ. എന്റെ പിതാവെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ ഓടി വന്ന് ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കി വെക്കുക. ഇങ്ങനെ ഒരു വാക്ക് പോലും ഹല്ലേലൂയ മറുത്തു പറയാതെ, ഒരു വാക്ക് പോലും ഹല്ലേലൂയ പറ്റില്ല എന്ന് പറയാതെ ഹല്ലേലൂയ സകലതും സഹിച്ചു നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് എങ്ങനെ ഇത് സഹിക്കുവാൻ കഴിയുന്നു? കുഴപ്പമില്ലമ്മേ, ഞാനും ജ്യേഷ്ഠനും യേശുവിന്റെ പുറകെ പോയിക്കൊള്ളാം. ഹല്ലേലൂയ അമ്മയുടെ ജീവിതം അമ്മ നശിപ്പിക്കണ്ട. ഹല്ലേലൂയ ഈ ഡാഡി ഹല്ലേലൂയ ഒരിക്കലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അമ്മ ഹല്ലേലൂയ ഡാഡി പറയുന്നത് അനുസരിച്ച് നിൽക്കുക. കാരണം അതുപോലെ വേദന അനുഭവിക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഹല്ലേലൂയ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിനേക്കാളും ഏറ്റവും അധികം ഇഞ്ചിഞ്ചായി എന്റെ അമ്മയുടെ ആൾക്കാർ പറഞ്ഞു, നീ എന്തിനാ അവളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അടിച്ചു കൊന്ന് കെട്ടിത്തൂക്ക്, ഞങ്ങൾ ഏറ്റു, ഞങ്ങൾ കേസ് പറഞ്ഞുകൊള്ളാം. അല്ലെങ്കിൽ അവൾ തൂങ്ങി മരിച്ചതാണെന്ന് ഞങ്ങൾ സ്ഥാപിച്ചു കൊള്ളാം. ഇവൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കെന്ന് എന്റെ അമ്മയുടെ ആൾക്കാർ പറഞ്ഞു. എന്റെ അച്ഛന്റെ ആൾക്കാർ പറഞ്ഞു, നിനക്ക് നാണമില്ലയടാ, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ജീവിക്കുവാൻ നാണമില്ലേ? എന്റെ അച്ഛന്റെ അമ്മ പറഞ്ഞു, നീ ഇങ്ങ് പോരെ, ഞാൻ നിനക്ക് മറ്റൊരു കല്യാണം നടത്തിത്തരാ, ഇനി അവർ മടങ്ങി വരികയില്ല. ഹല്ലേലൂയ നിരവധി പ്രശ്നങ്ങൾ. പക്ഷെ എന്റെ അമ്മ ഒറ്റ വാക്ക് പറഞ്ഞു, എന്റെ കർത്താവിന് എന്റെ ഭർത്താവിനെ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇന്ന് സഹോദരിമാരുടെ ഹല്ലേലൂയ, സഹോദരിമാരാണെങ്കിൽ ഭർത്താവ് ഒന്ന് ഹല്ലേലൂയ കണ്ണും മുഴപ്പിച്ച് കാണിച്ചാൽ ഒരാഴ്ചത്തേക്ക് ചർച്ചയ്ക്ക് കാണുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് നീ എവിടെ പോകുകയാടി എന്ന് ചോദിച്ചാൽ ഒരിടത്തും പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്ന സഹോദരിമാർ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഭർത്താവ് ഒന്ന് വഴക്കുണ്ടാക്കിയാൽ ഹല്ലേലൂയ ഓരോ പാസ്റ്റർമാരുടെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുക. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഉപദ്രവിക്കുന്നു, പാസ്റ്ററെ എനിക്ക് ചർച്ച വരാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്കറിയാം. അല്ലെങ്കിൽ എന്നാൽ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മറുത്തൊരു വ്യക്തിയോട് പറയാതെ, എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നടക്കാതെ, എന്റെ ഭർത്താവ് മോശമാ, അയാൾ വെള്ളമടിക്കുന്നു, അയാൾ കുറ്റക്കാരനാ, അയാൾ മോശമാ എന്ന് പറഞ്ഞ് നാടുനീളെ നടക്കാതെ, അല്ലെങ്കിൽ ഒരുവനോട് മാത്രം മറുപടി പറയുവാൻ കഴിവുള്ള ഒരുവനോട് മാത്രം സങ്കടയാചനയോടെ, എന്റെ യേശുവേ നിനക്കെന്റെ ഭർത്താവിനെ മാറ്റുവാൻ കഴിയുമെന്ന സങ്കടയാചനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നതിന്റെ ഫലമായി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ ഏകദേശം 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്റെ പിതാവ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി എനിക്ക് മുൻപോട്ട് നിന്നോടൊപ്പം ജീവിക്കുവാൻ താല്പര്യമില്ല, ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പ്ലാൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ അന്ന് എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യുവാൻ പോകുന്നതിൽ എനിക്ക് സങ്കടമില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ചിഹ്നിപ്പിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയില്ല, അല്ലെങ്കിൽ കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ഒരു ദൈവത്തെ എനിക്കറിയില്ല, എനിക്കറിയാവുന്നുള്ളത് കുടുംബങ്ങളെ പണിയുന്ന ഒരു ദൈവത്തെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്ന് എന്റെ അമ്മ ഹല്ലേലൂയ എന്റെ പിതാവിനോട് ആദ്യമായി ഒരു ആവശ്യം പറഞ്ഞു. എന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഗൾഫിലായിരുന്നു, അവിടെ നിന്ന് സ്വർണം കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കൊണ്ടുവരണമെന്ന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു നല്ല സാരി വേണമെന്ന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് പലർക്കും കൊടുത്തു, ഇന്നത് എനിക്ക് വേണമെന്ന് ഇന്നുവരെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഈ ഡിവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നുണ്ട്, അവിടെ എന്താ നടക്കുന്നതെന്ന് കാണുവാൻ എന്നോടൊപ്പം ഒരു ദിവസം വന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്തോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ എന്റെ പിതാവിന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് തോന്നി, അല്ലെങ്കിൽ എന്തായാലും ഈ കുടുംബത്തെ ഞാൻ ഉപേക്ഷിക്കുവാൻ പോകുക. അതിനു മുമ്പായി ഇവളെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ പാസ്റ്ററെ കണ്ട് 2 അടി കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഡിവോഴ്സ് ചെയ്തിട്ട് മടങ്ങി വരാം, ഇത് നല്ലൊരു അവസരമായെന്ന് കരുതി. അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് ഏകദേശം 3-4 ദിവസത്തെ മീറ്റിംഗ് നടക്കുന്ന ഒരു മീറ്റിംഗില് ഹല്ലേലൂയ എന്റെ അമ്മയെയും കൊണ്ട് എന്റെ പിതാവ് കടന്നുപോയി. ഹല്ലേലൂയ. ആ മീറ്റിംഗ് നടക്കുന്നതിന്റെ ആ സ്ഥലത്തെത്തിയപ്പോൾ അമ്മ ഏറ്റവും ഫ്രണ്ടിലേക്ക് കടന്നു ചെന്നു, ഏറ്റവും മുമ്പിലിരുന്ന മുഴങ്കാലിലേക്ക് ഇരുന്നിട്ട് എന്റെ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു, യേശുവേ. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ പിതാവും എന്റെ സഹോദരനുമായി സംസാരിക്കുവാനിടയായി. അന്ന് എന്റെ സഹോദരൻ എന്റെ പിതാവിനോട് പറഞ്ഞു, ഡാഡി, ഞാൻ ഡാഡിയെ ചലഞ്ച് ചെയ്യുകയാ. ഹല്ലേലൂയ. എന്റെ ഡാഡി ചോദിച്ചു, എന്താ? അല്ലെങ്കിൽ ഡാഡി എന്തായാലും ഡിവോഴ്സ് ചെയ്യുവാൻ തീരുമാനിച്ചില്ലേ, അതിനു മുമ്പ് ഞാൻ ഡാഡിയെ ചലഞ്ച് ചെയ്യുകയാ. ഹല്ലേലൂയ. ഡാഡി പറഞ്ഞു, എന്താ ചലഞ്ച്? അല്ലെങ്കിൽ ഡാഡി മീറ്റിംഗിന് കടന്നു പോകണം, അവിടെ വെച്ച് യേശു ഡാഡിയെ സ്പർശിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഡാഡി അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമാരെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ, ഡാഡി തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഡാഡി പറയുന്ന ഏത് ക്ഷേത്രത്തിനും വരുവാൻ ഞങ്ങൾ തയ്യാറാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഡാഡി പറഞ്ഞു, കൊള്ളാം, അല്ലെങ്കിൽ എന്തായാലും ഹല്ലേലൂയ യേശുവെ എന്ന് വിളിക്കാത്തിടത്തോളം കാലം ഈ ദൈവം എന്നെ തൊടാൻ പോകുന്നില്ല, ഈ ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദൈവം എന്ത് ചെയ്യാനാ, ഇത് നല്ലൊരു ഐഡിയ. ഡാഡി പറഞ്ഞു, വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, ഹല്ലേലൂയ എന്റെ കൂടെ ഹല്ലേലൂയ മടങ്ങി വരാൻ തയ്യാറാകിരിക്കണം. അല്ലെങ്കിൽ എന്റെ അമ്മയും പറഞ്ഞു, ജ്യേഷ്ഠനും പറഞ്ഞു, യെസ് ഞങ്ങൾ റെഡിയാ. ഹല്ലേലൂയ. അങ്ങനെയാ എന്റെ പിതാവ് ആ മീറ്റിംഗിനായി വരുന്നത്. അവിടെ വന്നു, ഏറ്റവും പുറകിൽ ഒരു സൈഡിൽ അലക്ഷ്യമായി എന്റെ പിതാവ് അവിടെ നിൽക്കുകയാ, ഇരിക്കാൻ പോലും കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ നിൽക്കുകയാ. അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. മീറ്റിംഗിന്റെ ഇടയിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ദാസൻ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്റെ മകൻ ആത്മാവിൽ നിറഞ്ഞ് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ ഇവിടെ ഒരു നായർ സമുദായത്തിൽ നിന്ന് രാമചന്ദ്രൻ നായർ എന്ന പേരുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റിഖമന റബ ശംഭലദിയാന്തര ഠതിമിലിരിവി ആസ്തന ജൂനാദഗതന ദിഗന്തലെ റിഖമമമമ ആന്തന ധ്യാന്തര ഠതിമിലിരിവി
ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന്റെ ശക്തി എന്റെ പിതാവിന്റെ മേൽ വന്നിറങ്ങി. അല്ലെങ്കിൽ ഒരു അലറുന്ന ശബ്ദം കേട്ട് അല്ലെങ്കിൽ നാട്ടുകാരൻ ആൾക്കാരൻ തിരികെ നോക്കുമ്പോ അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തി ഇറങ്ങിയിട്ട് പുതു ഭാഷകൾ സംസാരിച്ചുകൊണ്ട് എന്റെ പിതാവ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് ജനത്തിന്റെ മധ്യത്തിലൂടെ ഏറ്റവും പുറകിൽ എന്റെ അമ്മ നിൽക്കുന്നതിന്റെ അടുക്കൽ വന്ന് അമ്മയുടെ കരം പിടിച്ച് ഒരുമിച്ച് ചേർന്ന് ആത്മാവിന്റെ ശക്തിയെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരി, അല്ലെങ്കിൽ നീ ഭർത്താവിനെ കുറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്നൊരു സുവാർത്ത ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ പ്രാർത്ഥന വൃഥാവായി തീരുകയില്ല, നിന്റെ സമർപ്പണം വൃഥാവായി തീരുകയില്ല, നിന്റെ കട്ടത വൃഥാവായി തീരുകയില്ല, നിന്റെ പീഡനം വൃഥാവായി തീരുകയില്ല. നീ കട്ടത അനുഭവിക്കുന്നതിന് മറുപടിയായി സ്വർഗം നിന്റെ ഭർത്താവിനെ തൊടുവാൻ സമയമായി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന